ചാലക്കുടിയിലെ പുലിപ്പേടിയിൽ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരുന്നു. ചാലക്കുടി ടൗൺ ഹാളിലാണ് യോഗം. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, വാഴച്ചാൽ, ചാലക്കുടി DFOമാരടക്കം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ K വിജയനാണ് നമുക്കൊപ്പം ചേരുന്നത്. ലെവിൻ, ആ പ്രദേശം ഒന്നാകെ വലിയ ഭീതിയിലായിരുന്നു. ചാലക്കുടി നഗര പ്രാന്തപ്രദേശങ്ങളിലടക്കം പുലിയെത്തുന്ന സാഹചര്യമുണ്ട്. എപ്പോഴാണ് യോഗം? ബിനിൽ, യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 11 മണിയോടുകൂടി ആണ് യോഗം ആരംഭിച്ചത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, വാഴച്ചാൽ DFO, ചാലക്കുടി DFOമാർ തുടങ്ങിയവർ പങ്കെടുത്തുകൊണ്ട് MLA സനീഷ് കുമാർ ജോസഫ് അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള യോഗമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 24 മുതൽ ചാലക്കുടി നഗരത്തിലടക്കം വലിയ ഭീതിയാണ് ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നത്. നഗരത്തിലെ തന്നെയുള്ള പ്രദേശങ്ങളിലാണ് പുലി എത്തിയത് എന്നുള്ളതാണ് ഏറെ ആശങ്കയുണ്ടാക്കുന്ന കാര്യം. മലയോര മേഖലയോ വനപ്രദേശമോ അല്ലാതിരുന്നിട്ട് കൂടി നഗരത്തിലേക്ക് പുലി എത്തിയതിനെ സംബന്ധിച്ച് ഒട്ടേറെ ആശങ്കകൾ ജനങ്ങൾക്കിടയിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി 100-ലധികം ക്യാമറകൾ വിവിധ പ്രദേശങ്ങളിലായി സ്ഥാപിച്ചുകൊണ്ടും ഡ്രോൺ തെർമൽ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണവും മറ്റും തുടർന്നു വരുന്നത്. ഇതിനിടയിൽ 2ാം വട്ടവും വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ പുലിയെ ക്യാമറയിൽ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് 2 വട്ടം പുലിയെ കണ്ടതോടുകൂടി, ക്യാമറയിൽ നിരീക്ഷണത്തിൽ 2 വട്ടം കണ്ടതോടുകൂടി ഈ നഗരത്തിൽ തന്നെ പുലി തങ്ങുന്നുണ്ട് എന്നുള്ള ഉറപ്പ് ലഭിച്ചതോടുകൂടിയാണ് അടിയന്തര യോഗം ചേരാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. കളക്ടർ തന്നെ നേരിട്ടെത്തി ഇപ്പോൾ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമാണ്. ചാലക്കുടിയിലെ പുലിപ്പേടിയിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്ന് ലെവിൻ K വിജയൻ.